ശത്രുവിനോടുള്ള പക തീർക്കാനായി ഒരു 80കാരൻ ഇല്ലാതാക്കിയത് നിരപരാധിയായ മറ്റൊരാളുടെ ജീവനാണ്. ഈ കൊലപാതകം തന്റെ ശത്രുവിന് മേൽ ചാരി അയാളെ കുറ്റവാളിയാക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. എന്നാൽ ഒടുക്കം സത്യം പുറത്തു വന്നിരിക്കുകയാണ്. അന്വേഷണത്തിനൊടുവിൽ 80കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഹോബ ജില്ലയിലെ കുൽപഹാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു സ്ഥലത്താണ് ഈ കൊലപാതകം നടക്കുന്നത്. ജയ്പൂർ പട്ടണത്തിലെ ഖാദിയപുര പ്രദേശവാസിയായ കല്ലു ജോഗി എന്ന 80കാരനാണ് പോലീസ് പിടിയിലായിരിക്കുന്നത്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധവും മറ്റ് തെളിവുകളും അടക്കമാണ് ഇയാളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. ബലാറ്റിലെ ഫുൽബാഗ് ഹനുമാൻ ക്ഷേത്രത്തിലെ പൂജാരിയായ ഉദിത് നാരായൺ മിശ്രയെ ജൂലൈ 18-നാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പോലീസ് എത്തി മൃതദേഹം ആശുപത്രിയിലെത്തിച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ ബാക്കിയായതുകൊണ്ട് തന്നെ ഉദിത് നാരായണന്റെ മകൻ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുൽപഹാർ പോലീസ് അജ്ഞാതരായ ആളുകൾക്കെതിരെ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സമീപത്തെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കുകയും പ്രദേശവാസികളെ അടക്കം ചോദ്യം ചെയ്യുകയും ചെയ്തു. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ ഡയറിയും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുക്കുകയുണ്ടായി. ആ ഡയറിയാണ് ആ അന്വേഷണത്തിൽ നിർണായകമായി മാറിയത്. इसमें यह बताया गया था थाना कुलपहाड़ के बेलाताल क्षेत्र में एक फूलबाग हनुमान मंदिर है. वहां के जो पुजारी जी थे उदित नारायण मिश्रा जी, उनकी किसी अज्ञात व्यक्ति द्वारा उनके सर पे डंडे से वार करके उनकी हत्या कर दी है. घटना की सेंसिटिविटी देखते हुए तत्काल CO कुलपहाड़, SHO कुलपहाड़ और एडिशनल SP मौके पर रवाना हुए थे तथा इन सभी अधिकारियों द्वारा घटनास्थल का स्वयं निरीक्षण किया गया था एवं जो भी वहां पे साक्ष्य मिल रहे थे उन्हें एकत्रित करने का प्रयास किया गया था. गंभीरता देखते हुए इसमें 5 टीमों का गठन किया गया था, जिसमें थाना कुलपहाड़ की टीम, SOG की टीम और सर्विलांस की टीम भी लगाई गई थी. क्योंकि ये ग्राम का एरिया था इसलिए वहां पे किसी फुटेजेस वगैरह अवेलेबल नहीं था. पुलिस द्वारा मैनुअली इसमें सभी पुराने विवादों की, पुराने झगड़ों की, वहां पे मिलने वाले लोगों की, आने जाने वाले लोगों की गंभीरता से क्रॉस वेरीफाई करते करते अलग अलग तथ्यों पे जांच करी गई एवं साक्ष्य एकत्रित करे गए. തബരിയൻ എന്ന ചെറു ഗ്രാമത്തിൽ തന്റെ കൃഷിയിടത്തിൽ കല്ലു ജോഗി നിർമ്മിച്ച മുറിയിൽ നിന്നാണ് ഇയാളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിൽ ബലാറ്റിൽ നിവാസിയായ മുൻഷി എന്ന വ്യക്തിയുമായും അദ്ദേഹത്തിന്റെ കുടുംബവുമായും കല്ലു ജോഗിക്കുണ്ടായ മുൻവൈരാഗ്യവും പകയുമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. മുൻഷിയെ കൊലക്കേസിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കല്ലു ജോഗി ഈ പൂജാരിയെ കൊല്ലുന്നതും തുടർന്ന് മുൻഷിയുടെ മേൽ സംശയമുണ്ടാക്കും തരത്തിൽ അവിടെ ഒരു ഡയറി ഉപേക്ഷിച്ചു പോകുന്നത്. മുൻഷിക്കെതിരെ സംശയം ജനിപ്പിക്കും വിധത്തിലുള്ള കാര്യങ്ങളായിരുന്നു ആ ഡയറിയിൽ ഉണ്ടായിരുന്നത് മുഴുവൻ. കല്ലു ജോഗി അത്ര നിസ്സാരക്കാരനല്ല എന്നതാണ് മറ്റൊരു വസ്തുത. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ കൂടിയാണ് ഇയാൾ. 2013 നടന്ന ഒരു കൊലപാതക കേസിൽ 2019 മാർച്ച് 30-ന് കോടതി അദ്ദേഹത്തെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 435, 506 വകുപ്പുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു കേസും ജോഗിയുടെ പേരിലുണ്ട്. പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.